കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനായിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്ന അട്ടിമറി, അതോടൊപ്പം തന്നെ കേരളത്തിൽ എന്ത് തരം മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ത്രികോണ പോരാട്ടങ്ങൾ കടുത്ത രീതിയിൽ നടക്കുന്ന പ്രവചനാതീതമായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ തുടർഭരണമുണ്ടാകുമോ, BJP മുന്നേറ്റമുണ്ടാക്കുമോ, UDF അട്ടിമറി വിജയം നേടുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് അതിൽ സംശയമില്ല. അതിൽ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും നിലവിലുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള സ്ഥലമെന്ന് പറയുന്നത് ധർമ്മടം, കണ്ണൂർ ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കണ്ണൂർ ധർമ്മടം പോലുള്ള ഒരു സ്ഥലം LDFന് വളരെ വലിയ തോതിലൊരു കോട്ട എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ എന്ത് മാറ്റം സംഭവിക്കും ഇത്തവണ? വീണ്ടും ഒരു LDF വിജയം, പിണറായി വിജയൻ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ ഭൂരിപക്ഷം നല്ല രീതിയിൽ ഉയർത്താൻ സാധിക്കുമോ? നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സ്ഥലമാണ് ധർമ്മടം എന്ന് പറയുന്നത്. ഈ ധർമ്മടത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ വന്നിട്ടുള്ള സർവേ റിസൾട്ടുകൾ, അതായത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അന്തിമഘട്ട സർവേ റിസൾട്ടുകൾ, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് തൊട്ട് മുന്നേ വന്നിട്ടുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന ധർമ്മടത്ത് പല അട്ടിമറികളും സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ധർമ്മടത്ത് LDFന് കാലിടറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നത്തെ തവണയും നേടിയ ഒരു വലിയ നേട്ടം, അതായത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയ നേട്ടം ഇത്തവണ LDFന് ഉണ്ടാവത്തില്ല എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ നല്ല രീതിയിൽ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ധർമ്മടത്തെ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് പിണറായി വിജയന് ഈ ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ നേടിയ ആ ഒരു വോട്ട് ശതമാന കണക്കോ അല്ലെങ്കിൽ അതിനടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഒരു ഭൂരിപക്ഷം ആ ഒരു തരത്തിൽ നേടാനോ അതിലുപരിയോ നേടാനോ ആയിട്ട് പിണറായി വിജയന് സാധിക്കത്തില്ല. പക്ഷേ വിജയിക്കാൻ പിണറായി വിജയന് സാധിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ആ വിജയം പോലും ഒരു മങ്ങിയ വിജയമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാം. അതായത് ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് ഭൂരിപക്ഷം കണക്ക് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ നേടിയ ആ ഒരു നേട്ടത്തിൻ്റെ അടുത്തെത്താനോ അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ട് ഭൂരിപക്ഷം കൂട്ടാനോ ആയിട്ട് ഇടതുപക്ഷത്തിന് ഇത്തവണ സാധിക്കത്തില്ല എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പകരം അവിടെ UDF നേട്ടമുണ്ടാക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് UDFന് വോട്ട് ശതമാനം ഉയരുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ BJPക്കും അവിടെ നേരിയ തോതിലുള്ള വോട്ട് വർധനവുണ്ടാവുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് വോട്ട് ശതമാനം കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. വിജയം ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കുമെന്ന് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. പക്ഷേ ഒരു വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അവിടെയും ഒരു അട്ടിമറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നു സർവേ റിസൾട്ടിൽ. അതായത് വോട്ട് ശതമാനം കുറഞ്ഞ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പക്ഷേ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ പിണറായി വിജയൻ വിജയിക്കാനായിട്ടുള്ള സാധ്യതയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം വോട്ടുകൾ ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ കുറയും. അത് തന്നെ ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നല്ല രീതിക്കുള്ള ഒരു വോട്ട് ശതമാനം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇടതുപക്ഷ വോട്ടുകൾ നല്ല രീതിക്ക് കുറയും. ആ വോട്ടുകൾ UDFിലേക്ക് ചെന്നെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. UDFിലേക്കും BJPയിലേക്കും നേരിയ തോതിൽ ചെന്നെത്തുന്ന കണക്ക് കാര്യങ്ങൾ മാറും. അവിടെ BJPക്കും UDFനും
വോട്ടുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJPക്ക് നേരിയ തോതിലുള്ളൊരു വർധനവ് വോട്ടിൽ ഉണ്ടാവാനായിട്ട് സാധ്യത കാണുന്നു. UDFന് പക്ഷേ നല്ല രീതിക്കുള്ള ഒരു വോട്ട് മുന്നേറ്റം അവിടെ ഉണ്ടാവാനായിട്ട് സാധ്യതയാണ് കാണുന്നത്. ഏകദേശം ഇടതുപക്ഷത്തോട് അടുക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് അവിടെ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയെന്ന് വരാം. ഭൂരിപക്ഷം വളരെ നല്ല രീതിക്ക് ഒരു ഇടുങ്ങിയ കണക്ക് കാര്യങ്ങൾ മാറാനാണ് സാധ്യത കൂടുതൽ. അതായത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നു എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഉണ്ടാവാനായിട്ട് സാധ്യത കാണുന്നു. പക്ഷേ ആ വിജയത്തിൽ പോലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ ആ ഒരു വോട്ട് ശതമാനം നേടാനോ അതിനടുത്ത് നേടാനോ സാധിക്കത്തില്ല എന്നും നല്ലൊരു ഇടിവ് അവിടെ ഉണ്ടാവുന്ന തരത്തിലോട്ട് വോട്ടുകൾ പലതും കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അത് വലതുപക്ഷത്തേക്ക് ചെന്നെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ? ഇനി മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും അവിടെ പിണറായി വിജയന് ഇടതുപക്ഷത്തിന് അവിടെ ഒരു നല്ല രീതിക്കുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ? അതല്ല ഒരു മങ്ങിയ തോതിൽ ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറഞ്ഞ് ഒരു ടൈറ്റ് ഫൈറ്റ് നേരിട്ട് കൊണ്ടുള്ള ഒരു വിജയം നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അവിടെ ഈ പറയുന്ന തോതിൽ UDF നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് UDFനും 3ാം സ്ഥാനം BJPക്കും എന്നുള്ള കണക്ക് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ വോട്ടുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ നേടിയ വോട്ടുകളുടെ അടുത്തെത്തത്തില്ല. ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുമെന്നും വോട്ടുകൾ പല രീതിയിലോട്ട് അത് വലതുപക്ഷത്തിലേക്കും അതോടൊപ്പം തന്നെ BJPയിലേക്കും ചെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളവും അത് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം എന്താണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കഴിഞ്ഞ തവണ വിജയിച്ച കണക്ക് ജയിക്കാൻ സാധിക്കുമോ? സർവേ റിസൾട്ടുകളെ മറികടന്നുകൊണ്ടുള്ള ഒരു വിജയം കൈവരിക്കാനായിട്ട് അവിടെ ഇടതുപക്ഷത്തിന് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ? അതല്ല അവിടെ ഒരു UDF തേരോട്ടം കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ? ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് അവിടെ വലതുപക്ഷത്തിനും BJPക്കും കാര്യങ്ങൾ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്താണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റുകൾ, അട്ടിമറികൾ. അത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, ധർമ്മടത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ 140 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ട്വിസ്റ്റുകൾ നിറഞ്ഞ മണിക്കൂറുകൾ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.